തന്റെ പോരാട്ടത്തിൽ ഒരു ദിവസം നീതി ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന 24നോട് പറഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സർക്കാരിൽ നിന്ന് കിട്ടി. അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ഉറപ്പും നൽകി. ഇത് തങ്ങളെ അവഗണിച്ചവർക്കുള്ള മറുപടിയാണെന്നാണ് ഹർഷീന പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, ഈ വാർത്ത പുറംലോകത്തോട് ആദ്യം പറഞ്ഞത് 24 ആയിരുന്നു. 2017 പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ഒരുപാട് വേദനകൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലാതെയും ശാരീരികമായും അനുഭവിച്ച ഹർഷിനയ്ക്ക് ഇന്നിപ്പോൾ സർക്കാരിൽ നിന്നൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ്. ഹർഷിന 24നോടൊപ്പം ചേരുന്നുണ്ട്. ഹർഷിന, ഈ യാത്ര എന്ന് പറയുന്നത് കഠിനമായിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ കിട്ടിയ നമുക്കൊരു താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. എങ്ങനെയാണ് ഈ ഒരു സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? അൽഹംദുലില്ലാ, ഒരുപാട് സമാധാനം. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ സത്യമായിട്ടും മനസ്സിന് അത്രയും സമാധാനം. നമ്മൾ പ്രതീക്ഷയേക്കാൾ ഏറെ തന്നെ പറയാം, അത്രയധികം. നമ്മളോട് പറഞ്ഞ വാക്ക് സതീശൻ സാറ് മുഖ്യമന്ത്രി പാലിച്ചു എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4 വർഷമായി നമ്മൾ പോരാട്ടത്തിൽ തെരുവിൽ വരെ ഇറങ്ങിയിട്ടും നമ്മളെ അവഗണിച്ച് വിട്ടവർക്കെതിരെയുള്ള ഏറ്റവും നല്ലൊരു മറുപടിയാണെന്ന് വന്നിട്ടുള്ളത്. ഈ ജോലിക്ക് പുറമെ സർക്കാർ മറ്റെന്തൊക്കെ ഉറപ്പുകളാണ് ഹർഷനയ്ക്ക് നൽകിയത്? ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തതല്ലേ, അത് ഇനി ഒരു സംശയവുമില്ല, നിങ്ങളെ കാര്യം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നഷ്ടപരിഹാരം എത്രയാണോ ഹർഷിനക്ക് നഷ്ടം വന്നത് അതിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഉറപ്പ് തന്നു. പിന്നെ ചികിത്സ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കേണ്ട, അത് നേരിട്ട് ഞാൻ ഏറ്റെടുത്തു എന്നാണ് CM നമുക്ക് പറഞ്ഞത്. ചികിത്സ എങ്ങനെ വേണോ അത് നേരിട്ട് അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ജോലി കൺഫേമാണ്. അവിടെ ഓർഡർ ഇപ്പം തന്നെ അടിച്ചു തരാം, ഞങ്ങൾ നാളെ പോയി ജോയിൻ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഇതിലിപ്പോൾ ഈ ഏറ്റവും വേഗത്തിലൊരു നടപടി ഉണ്ടായത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഹർഷിന ഈ സമരപ്പന്തലിരിക്കുമ്പോൾ വന്ന് നെറ്റിയിൽ ചുംബിച്ച ആരോഗ്യമന്ത്രിയെ പിന്നീട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു അവഗണനയൊക്കെ മറികടക്കാൻ, അതിജയിക്കാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞത്? പഠിച്ചവൻ്റെ കാരുണ്യം അത്രേ പറയാനുള്ളൂ. നമ്മൾ ഇത്രയും വലിയൊരു പ്രതിസന്ധിയൊക്കെ എങ്ങനെ കടന്നു എന്ന് ബാക്കോട് നോക്കിയാൽ നമുക്കറിയില്ല. തകർന്ന് വീണു പോയിട്ടുണ്ട്. മുമ്പൊക്കെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് വരുമ്പോൾ. ഒരുപാട് തവണ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിട്ട് നമ്മൾ വേദന സഹിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു തരത്തിലും നമ്മളെ കാണാൻ പോലും മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ പിന്നെ തയ്യാറായിട്ടില്ല. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല. ചോദിക്കുമ്പോൾ എപ്പോഴും ഹർഷിനൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് രാഷ്ട്രീയ സമരമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൂച്ചിച്ച് തള്ളി. ഇനി കോടതിയിൽ പോയി കണ്ടോളൂ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അതിനൊക്കെയുള്ള എന്താ പറയുക, അവർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കും ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഹർഷിന കൂടി നാളെ ഭാഗമാകാൻ പോകുന്ന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് പുതിയൊരു മന്ത്രി കൂടി വരുന്നു. ഒരുപാട് ഹർഷിനയുടെ അടക്കമുള്ള വിഷയങ്ങൾ, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിലൊരു ശുഭപ്രതീക്ഷ തന്നെയാണോ ഉള്ളത് പുതിയ ആരോഗ്യ വകുപ്പിൽ വരുന്ന ഈ മാറ്റത്തിൽ? തീർച്ചയായും ജനങ്ങളോടൊപ്പമാണ് ഉള്ള സർക്കാരാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മളെ കാര്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു നീതി ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കൂടെയാണ് ഇപ്പോഴത്തെ സർക്കാർ എന്നുള്ള ഉറപ്പാണ്. ആ സിസ്റ്റമൊക്കെ ഇനി ശരിയാകും. അപ്പോൾ ഇനിയിപ്പോൾ ജോലി കയറുമ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവുമെങ്കിലും നിയമപോരാട്ടമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ്. കാരണം അത് കോടതിയിലാണല്ലോ, അതങ്ങനെ പോവും. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ ഒരു സർക്കാർ ജോലി കൂടി ആരോഗ്യ വകുപ്പിൽ ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നാളെ അതിൻ്റെ ആ സർക്കാർ ജോലിയിലേക്ക് ഹർഷനെ പ്രവേശിക്കാൻ കൂടി പോവുകയാണ്. ക്യാമറാമാൻ സജീവിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. താങ്ക് യു അജ്മൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.